ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാട് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് തെരച്ചിൽ പുനരാരംഭിച്ചു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും പുഴയിലും അടക്കമാണ് ഇന്നത്തെ തെരച്ചിൽ. 4 സംഘങ്ങളിലായി 150 സൈനികരാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അതേസമയം 143 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി റിയാസ് KMR, അതുല്യ രാമചന്ദ്രൻ എന്നിവർ ചേരുന്നു. ആദ്യം റിയാസ് KMRിലേക്കാണ്. റിയാസ്, എത്തരത്തിലാണ് വിവരങ്ങൾ? മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്, 150 കടന്നിരിക്കുകയാണ്. മണ്ണിൽ പുതഞ്ഞവർക്കായി ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഉറ്റവർ പോയതിൻ്റെ വേദന ഇപ്പോഴും തീർന്നിട്ടില്ല പലർക്കും. ഉറ്റവരെ തേടി അലയുകയാണ് രക്ഷപ്പെട്ടവർ. സ്കൂളുകളില്ല, ആശുപത്രികളില്ല, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും അവർ തേടുകയാണ് അവരുടെ ഉറ്റവരെ. അവരുടെ ഉറ്റവർക്ക് ഇപ്പോഴും ജീവനുണ്ടോ, അല്ലെങ്കിൽ എവിടെങ്കിലും രക്ഷപ്പെട്ടിരിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള പല തെരച്ചിലുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ തരാനാകുന്ന വിവരങ്ങൾ? തീർച്ചയായും കാളിദാസ്, ഉരുൾപൊട്ടലിൽ ഉള്ളുപൊട്ടിയിരിക്കുകയാണ് വയനാട്. അങ്ങേയറ്റം വേദനാജനകമായ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 151 പേരുടെ മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി മാത്രം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ ആളുകളുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത്. 200-ലധികം പേരെ കാണാതാകുന്ന ഒരു സാഹചര്യം. മുണ്ടക്കൈയിൽ രക്ഷാദൗത്യം തുടരുകയാണ്. സൈന്യവും സന്നദ്ധ പ്രവർത്തകരും NDRFും എല്ലാം ചേർന്ന് മുണ്ടക്കൈയുടെ മുകൾ ഭാഗത്താണ്. ഇന്നലെ ഈ മുകൾ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുണ്ടക്കൈയുടെ മുകൾ ഭാഗത്താണ് ഈ രക്ഷാദൗത്യം തുടരുന്നത്. ഇപ്പോൾ ഈ മണ്ണിനടിയിൽ പൊതിഞ്ഞ് നിരവധി ജീവനുകൾ ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. മുണ്ടക്കൈയുടെ മുകൾ ഭാഗത്ത് ഒരു വീട് കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിൽ 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അത് പുറത്തെടുത്തിട്ടില്ല. അത് ലഭിച്ചാൽ മാത്രമാണ് ഔദ്യോഗികമായ കണക്കുകൾ ഈ 151+3 എന്ന രീതിയിലേക്ക് വരിക. അങ്ങനെ ഒരു ദയനീയമായൊരു കാഴ്ചയാണ് ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലായിരുന്നു ഉണ്ടായിരുന്നത്. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്നും അദ്ദേഹം പുറപ്പെടും മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. കേരളത്തിന്, അതായത് ഈ രക്ഷാപ്രവർത്തനത്തിന് സാധ്യമായതെല്ലാം ചെയ്യും. സംസ്ഥാന സർക്കാർ ഈ രക്ഷാപ്രവർത്തനത്തിൽ മികച്ച രീതിയിൽ ഇടപെടുന്നുണ്ട്. 2018-ലെ പ്രളയം നമ്മൾ അതിജീവിച്ചവരാണ്. ഇതും നമ്മൾ അതിജീവിക്കുമെന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കേരളത്തിന് സഹായം അഭ്യർത്ഥിക്കുക കൂടി അദ്ദേഹം ചെയ്യുന്നു. അദ്ദേഹം വയനാട്ടിലേക്ക് 11 മണിയോടുകൂടിയാണ് ഗവർണർ വയനാട്ടിലേക്ക് എത്തുക. തുടർന്ന് അവിടെയുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കും. മറ്റ് സ്ഥിതിഗതികളെല്ലാം തന്നെ ഗവർണർ വിലയിരുത്തും എന്നുള്ളതാണ്. ഇന്ന് വയനാട്ടിലേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്ന രാജ്യത്തിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഇന്നത്തെ സന്ദർശനം റദ്ദാക്കിയിട്ടുണ്ട്. അദ്ദേഹം മറ്റൊരു ദിവസമായിരിക്കും വയനാട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതിനിടയിൽ വയനാട്ടിൽ രക്ഷാദൗത്യം ഊർജിതമായി തുടരുകയാണ് കാളിദാസ്. റിയാസ്, അതേപോലെ തന്നെ മുണ്ടക്കൈ ഭാഗത്ത് ഇപ്പോൾ അവശേഷിക്കുന്നത് ആകെ ഒരു 30 വീടുകളാണെന്നുള്ള തരത്തിലും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ആ ഒരു പ്രദേശം ഇപ്പോൾ ഇനി അങ്ങോട്ടില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ നിലവിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കാരണം മുണ്ടക്കൈ ചൂരൽമല ഭാഗം ഇനിയിപ്പോൾ കേരളത്തിൻ്റെ ഭൂപടത്തിൽ നിന്നും ഇല്ലാതായൊരു അവസ്ഥ, അത്തരത്തിലൊരു വലിയൊരു ദുരന്തം തന്നെയാണ് ഇന്നലെ കണ്ടത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും 4 സംഘങ്ങളിലായി 150-ലധികം സൈനികരാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ദ്രുതഗതിയിലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നിരുന്നാലും എത്തരത്തിലാണ് ഇപ്പോൾ കൂടുതൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഇന്നത്തെ ഇതുവരെയുള്ളൊരു വിലയിരുത്തലിൽ? ഇന്ന് രാവിലെ തന്നെ സൈന്യം ആദ്യം സന്നദ്ധ പ്രവർത്തകരെത്തുന്നു. അവർ പ്രധാനമായും ഈ മല കയറി പുഴ താണ്ടി മല കയറിക്കൊണ്ടാണ് ഈ മുണ്ടക്കൈയുടെ മുകൾ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നാലെ സൈന്യമെത്തി. ആദ്യം രക്ഷാപ്രവർത്തകർ അവിടെ മണ്ണിൽ പൊതിഞ്ഞ് കിടക്കുന്ന വീടുകളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന പരിശോധനയായിരുന്നു നടത്തിയത്. ഉണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ട വീടുകളിലേക്കാണ് പിന്നീട് സൈന്യം അവരുടെ പണിയായുധങ്ങളും ഉപകരണങ്ങളും ഒക്കെയായി എത്തിയത്. മൺവെട്ടി, പിക്കാസ് തുടങ്ങിയ, ഒപ്പം തന്നെ വടം തുടങ്ങിയ കാര്യങ്ങളുമായി എത്തി ആണ് സൈന്യം അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഈ മണ്ണുകളിൽ പൊതഞ്ഞ വീടുകളിൽ ഈ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് പ്രഥമ പരിഗണന നൽകുന്നത്. അതുപോലെ തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നു. അതിനിടെ ഇന്ന് സൈന്യം പാലം നിർമ്മിച്ച് ഈ പുഴയിലൂടെ കടന്ന് എത്തിയതിനു ശേഷമായിരിക്കും അവിടെ മറ്റ്
ഫസ്റ്റ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചെളി നീക്കി അതിനകത്ത് ആളുകളോ മൃതദേഹങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുക. അത് ഉച്ചയോടുകൂടി മാത്രമാണ് സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് സംഘം എത്തി ആ ഒരു പാലം അവിടെ ക്രമീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക. കാളിദാസ്, തീർച്ചയായും ഇപ്പോഴും രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ 200-ലധികം കണക്ക് പ്രകാരം അധികൃതർ അത്രയും സൂചിപ്പിക്കുന്നില്ലെങ്കിലും പ്രാദേശിക വൃത്തങ്ങളിൽ നിന്നും നമുക്കും ലഭിക്കുന്നത് 200-ലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ള കണക്ക് തന്നെയാണ്. അതേപോലെ തന്നെ 218 പേരെ കാണാനില്ല എന്നുള്ള തരത്തിലും എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പോത്തുകൽ ഭാഗത്ത് നിലമ്പൂർ പോത്തുകൽ ഭാഗത്ത് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് അല്ലേ റിയാസ്? തീർച്ചയായും ചാലിയാർ പുഴയിലൂടെ ഒഴുകി വന്ന മൃതദേഹങ്ങൾ ഇന്നലെ 26 മൃതദേഹങ്ങളായിരുന്നു കണ്ടെത്തിയത്. കൂടാതെ ഈ കൈ, കാൽ, തല തുടങ്ങിയ ശരീര അതിലൂടെ ഒഴുകി വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ പോത്തുകൽ ഭാഗത്താണ് പലപ്പോഴും വന്നടിയുന്നത്. അതിനുശേഷം അത് നിലമ്പൂർ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ചെയ്തിരുന്നത്. അതിൽ തന്നെ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ നോക്കി അത് ബന്ധുക്കൾക്ക് ഇന്നലെ രാത്രി വിട്ടു നൽകിയിരുന്നു. ഇനിയും തിരിച്ചറിയാനാവാത്ത ഒരുപാട് മൃതദേഹങ്ങളുണ്ട്. 21 പേരെ, അതായത് ഇന്നലെ മരിച്ച ഇന്നലത്തെ സംഖ്യ പ്രകാരമുള്ള 21 പേരെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. 151 ഔദ്യോഗിക കണക്കുകൾ വരുന്നു. അതിൽ കൂടുതൽ ആളുകളുടെ മൃതദേഹങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളൊരു സാഹചര്യമാണ്. നിലവിൽ ഈ പോത്തുകലിൽ നിന്നും കണ്ടെത്തിയ 3 മൃതദേഹങ്ങൾ നിലമ്പൂർ ആശുപത്രിയിലേക്ക് മാറ്റും. നിലമ്പൂർ ആശുപത്രിയിൽ നിന്നും അവിടെ നിന്നും മറ്റ് പരിശോധനകളെല്ലാം തന്നെ നടത്തിയതിന് ശേഷം അത് ആരുടേതാണ് എന്ന് സ്ഥിരീകരിച്ച ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകി പിന്നീട് മേപ്പാടിയിലെ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുക. അങ്ങനെ വളരെ ദയനീയമായ ഒരു കാഴ്ചയ്ക്ക് തന്നെയാണ് ഇവിടെ വയനാട് മുണ്ടക്കൈ സാക്ഷ്യം വഹിക്കുന്നത്. കാളിദാസ് പറഞ്ഞതുപോലെ പൂർണ്ണമായും പ്രകൃതി ദുരന്തം, ഒരു ഉരുൾപൊട്ടലിൽ വന്ന മലവെള്ളപ്പാച്ചിൽ നക്കിത്തുടച്ച് ഒരു ഗ്രാമത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിയ ഒരു കാഴ്ച, ഒരു ടൗണിനെ, ചുരൽമല ടൗണിനെ പോലും ഇല്ലാതാക്കിയ കാഴ്ച. അവിടെ ഒരു ഗ്രാമമുണ്ടായിരുന്നു, ഒരു നഗരമുണ്ടായിരുന്നു, നിരവധി മനുഷ്യജീവനുകളുണ്ടായിരുന്നു, അവിടെ വീടുകളുണ്ടായിരുന്നു, സ്ഥാപനങ്ങളുണ്ടായിരുന്നു എന്ന് പറയേണ്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് പിന്നീട് അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയപ്പെടാനാവാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയ ഒരു അവസ്ഥയാണ് ഈ മുണ്ടക്കൈയിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചകൾ. തീർച്ചയായും റിയാസ്, തീർച്ചയായും തുടരണം. കാരണം ഇപ്പോൾ റിയാസ് സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങനെ ഒരു ഗ്രാമമുണ്ട് എന്ന് പറയുന്നതിന് വരെ ഇപ്പോൾ അത് ഭൂതകാലത്തിനായിരിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പറയേണ്ടി വന്നിരിക്കുകയാണ് കേരളക്കരയ്ക്ക്. അല്ലെങ്കിൽ കേരള ഭൂപടത്തിൽ മുണ്ടക്കൈ, ചൂരൽമല എന്നീ ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കേരളം എത്തി നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ കൂടെ ഇപ്പോൾ നമ്മുടെ കേരള വിഷൻ ന്യൂസ് പ്രതിനിധി CV ഷിബു ചേരുന്നുണ്ട് ദുരന്ത ഭൂമിയിൽ നിന്ന്. ഷിബു, ഇപ്പോൾ 2ാം ദിനമാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ. എന്തെങ്കിലും തടസ്സങ്ങൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനിടയിൽ നേരിടുന്നുണ്ടോ? അതായത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം ഇന്ന് മഴ കുറവുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ, അത്യാധുനിക സൗകര്യമുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുവന്നാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. സൈന്യത്തെ കൂടാതെ ഫയർഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ NDRFന്റെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ NDRF സംഘമുണ്ട്, പോലീസ് സേനയിലെ വിവിധ അംഗങ്ങളുണ്ട്, നിരവധി സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഇവരുടെ എല്ലാം നേതൃത്വത്തിലാണ് പുലർച്ചെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. ലഭിക്കുന്ന മൃതദേഹങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്നത് മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കാണ്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി നിരവധി ഡോക്ടർമാരും സന്നദ്ധരായി എത്തിയിട്ടുണ്ട്. അവരുടെ മൃതദേഹങ്ങൾ എത്തുന്ന ഉടൻ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു നടപടിയാണ് ഇപ്പോഴും ഉള്ളത്. 118 പേർ ഇപ്പോൾ വിംസ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇവരിൽ പലരുടെയും ബന്ധുക്കളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പലരും ബന്ധുക്കളെ തിരയുന്നുണ്ട്. ഇവിടെ നേരത്തെ റിയാസൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ 100 കണക്കിന് കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു അത്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് മുൻകാലങ്ങളിൽ കുടിയേറി വന്ന് താമസിച്ചവരുണ്ട്. തൊഴിൽ തേടി ഇവിടെ എത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. ഇന്നലെ തന്നെ ഒരു കുടുംബത്തെ ഹിന്ദി സംസാരിക്കുന്ന ഒരു കുടുംബത്തെ നമ്മൾ കണ്ടുമുട്ടിയിരുന്നു. അവർ 10 പേരടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. അതിൽ 4 പേർ മരണപ്പെട്ടു. ബാക്കി 6 പേർ ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് അവർ ആശുപത്രിയിലേക്ക് ആണ് ഇന്നലെ അവരെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തമിഴ് സംസാരിക്കുന്നവരും ഹിന്ദി സംസാരിക്കുന്നവരും മലയാളികളായ അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പലർക്കും വീടുകൾ പാടെ തകർന്നു
തകർന്നതിനാലും ആകെ ചിന്നിച്ചിതറിയതിനാലും ഇവർക്കാർക്കും ബന്ധുക്കളെയോ മിത്രങ്ങളെയോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആശുപത്രിയിലും ദുരിതാശ്വാസ ക്യാമ്പിലുമെല്ലാം ബന്ധുക്കളെ തിരഞ്ഞു വരുന്നവരെ നമുക്ക് കാണാം. വളരെ ദയനീയമായ നെഞ്ചു പിളർക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിന്ന് നമ്മൾ കാണുന്നത്. അതായത് ഒരു തരത്തിലും നമുക്ക് കാണാൻ ആഗ്രഹിക്കാത്ത, ഒരു തരത്തിലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകളും ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് നമ്മളുടെ കൺമുൻപിൽ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. പലരുടെയും ശരീരഭാഗങ്ങൾ മാത്രം ലഭിക്കുന്നു, പലരുടെയും ശിരസ് മാത്രം ലഭിക്കുന്നു, ശിരസ് അറ്റുപോയ നിലയിൽ ശരീരഭാഗങ്ങൾ ലഭിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണുള്ളത്. മണ്ണിനടിയിൽ ധാരാളം പേർ ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു കണക്ക് ആർക്കും ക്രോഡീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം ആ ഭൂപ്രദേശത്ത് എത്ര കുടുംബങ്ങൾ താമസിച്ചിരുന്നു, ആ കുടുംബത്തിൽ എത്ര പേരുണ്ടായിരുന്നു, ഇവരുടെയൊക്കെ കണക്കുകൾ ശേഖരിച്ച ശേഷം മാത്രമേ അവരിൽ എത്ര പേർ മിസ്സായി എന്ന് പറയാൻ പറ്റൂ. ഇപ്പോൾ പല ദൂരദിക്കുകളിൽ നിന്നുള്ള ബന്ധുക്കളാണ് തങ്ങളുടെ ആളുകളെ കാണുന്നില്ല എന്നുള്ള തരത്തിൽ ഇവിടെ കൺട്രോൾ റൂമിലും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും എല്ലാ ഫോട്ടോകളും വിവരങ്ങളും എല്ലാം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കളക്ടർ മേഘശ്രീയുടെ നേതൃത്വത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിച്ച് ജില്ലാ പോലീസ് മേധാവി ടി നാരായണന്റെ നേതൃത്വത്തിൽ കാണാതായവരെ കുറിച്ചുള്ള കൃത്യമായ ഒരു വിവരശേഖരണം നടത്തി വരുന്നുണ്ട്. ഏതായാലും ഉച്ചയോടുകൂടി മാത്രമേ ഔദ്യോഗികമായ വിവരങ്ങൾ അറിയൂ. അതായത് ഇന്നലെ മരണസംഖ്യ തന്നെ പറഞ്ഞതിൽ തന്നെ വ്യത്യാസം ഉള്ളത്. അതായത് അവിടെ നിന്ന് മൃതദേഹം കണ്ടെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന എണ്ണം അനുസരിച്ചാണ് മരിച്ചവരുടെ എണ്ണത്തെ പറ്റി പറയുന്നത്. അതായത് അവിടെ നിന്ന് ഇവിടെ ഈ സ്ഥലത്ത് നിന്ന് തിരച്ചിൽ നടത്തുന്നതിനിടയിൽ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ മരിച്ചവരുടെ എണ്ണത്തിൽ പെടുത്തുന്നില്ല. അതിന് സ്ഥിരീകരണം ആശുപത്രിയിൽ എത്തിച്ച് സ്ഥിരീകരണം നടത്തിയ ശേഷം മാത്രമാണ് മരിച്ചവരുടെ എണ്ണത്തിൽ ഈ കണക്കുകൾ കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ ഒറ്റപ്പെട്ടുപോയ മുണ്ടക്കൈയിലെ ഒരു പാടിയിൽ മാത്രം 15 മൃതദേഹങ്ങൾ അവിടെ രക്ഷാപ്രവർത്തകർ എടുത്തുവെച്ച ശേഷമാണ് അവർ രാത്രിയിൽ ജീവനുള്ളവരെ കരകയറ്റാൻ വേണ്ടി മറുകര എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത്. അതുപോലെ മുണ്ടക്കൈയിലെ ഒരു മദ്രസ ഹാളിൽ 8 മൃതദേഹങ്ങൾ എടുത്തുവെച്ചിരുന്നു. ഈ മൃതദേഹങ്ങളുടെ ഒന്നും കണക്കുകൾ മരിച്ചവരുടെ എണ്ണത്തിൽ ഇന്നലെ രാത്രി വരെ പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് എത്രത്തോളമാകും മരണസംഖ്യ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്രത്തോളം മരണസംഖ്യ ഉയരാനാണ് സാധ്യത. കാരണം ഇന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഈ മൃതദേഹങ്ങൾ അത്രയും ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു, അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് രക്ഷാപ്രവർത്തനം, ജീവന്റെ തുടിപ്പുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചുള്ള തിരച്ചിൽ, ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവരുടെ തെരച്ചിൽ, സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള തെരച്ചിൽ. ആശ്വാസകരമായ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽ മുഴുവൻ രക്ഷാപ്രവർത്തനം നടത്തി കൂടുതൽ പേരെ ജീവനോടെ എത്തിക്കാനും മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനും കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അധികൃതർക്കുള്ളത്. തീർച്ചയായും ഷിബു, കാരണം ഇപ്പോൾ എന്തായാലും വിങ്ങി പൊട്ടുകയാണ് കേരളവും വയനാടും. അതായത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്ന് തന്നെയാണ് ഇതിനെ നമുക്ക് പറയാനാകുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം എന്തായാലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യും. അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്നുമുണ്ട്. 2 പ്രളയങ്ങളെ അതിജീവിച്ചവരാണ് നമ്മൾ, അതാണ് ഏറ്റവും പ്രധാനം. 2 പ്രളയങ്ങളെ അതിജീവിച്ച നമ്മൾക്ക് തീർച്ചയായും മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഇതിനെയും അതിജീവിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഗവർണറും സൂചിപ്പിക്കുന്നത്. എന്തായാലും ഗവർണർ കോഴിക്കോട് നിന്നും പുറപ്പെട്ട് കഴിഞ്ഞു. എന്തായാലും ഗവർണർ എത്തിയതിന് ശേഷം ക്യാമ്പുകളെല്ലാം സന്ദർശിക്കും. 481 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കണക്ക്. അതേപോലെ തന്നെ 3069-ലേറെ പേരാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. നമുക്ക് റിയാസിലേക്ക് തന്നെ തിരിച്ചെത്താം. റിയാസ്, എന്തായാലും ഇപ്പോൾ കൂടുതൽ സംഘങ്ങൾ വയനാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നും 79 അംഗ സംഘം വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ്. അതേപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ 79 ഡിഫൻസ് വോളണ്ടിയേഴ്സാണ് ഇപ്പോൾ അവിടുന്ന് പുറപ്പെട്ടത്. എന്തൊക്കെയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ വയനാട് ഇനിയും ഈ ഒരു തിരച്ചിലിൻ്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? ദൗത്യ സംഘമാണ് വയനാട്ടിൽ ഉള്ളത്. ഇന്നലെ എത്തിയിരുന്നത് ആർമിയുടെ 2 പ്ലാറ്റൂണുകൾ ആയിട്ടുള്ള 2 പ്ലാറ്റൂൺ അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് കോഴിക്കോട് നിന്നുള്ള 122 ഇൻഫൻട്രി ബറ്റാലിയൻ മദ്രാസ് റെജിമെന്റ് ിലുള്ള ആർമി അംഗങ്ങൾ, കണ്ണൂർ DSCയിൽ നിന്നുള്ള ആർമി അംഗങ്ങൾ. അതിനു പുറമെ ഇപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള സൈന്യത്തിന്റെ സംഘം കൂടി എത്തുന്നു.
എത്തി എന്നുള്ളതാണ്. അതിന് പുറമെ നേവിയുടെ സംഘം എത്തിയിരുന്നു, ഒപ്പം വ്യോമസേന എത്തിയിരുന്നു. വ്യോമസേന ഇന്നലെ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ട്രീവാലി റിസോർട്ടിൽ കുടുങ്ങിയവരെ പൂർണ്ണമായും ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് നടത്തി കൊണ്ടുവരാൻ സാധിച്ചു. ഈ 122 ഇൻഫൻട്രി ബറ്റാലിയൻ, മദ്രാസ് റെജിമെന്റ് ആർമിയും കണ്ണൂർ DSC-യിൽ നിന്നുള്ള സേനയും ചേർന്നാണ് അവിടെ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ച് ഒരു പരിധിവരെയുള്ള മനുഷ്യരെയെല്ലാം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നിപ്പോൾ ഈ മൺകൂനയിൽ അകപ്പെട്ടതും നേരത്തെ പറഞ്ഞതുപോലെ മുണ്ടക്കൈയുടെ മുകൾ ഭാഗത്ത് കുടുങ്ങിപ്പോയവരുമായ ആളുകളെ അവിടെ നിന്നും കണ്ടെത്തുക എന്ന കൂടുതൽ ദുഷ്കരമായ ഒരു തിരച്ചിൽ പ്രക്രിയയാണ് നടക്കുന്നത്. എങ്കിലും ഒരു ആശ്വാസമുള്ളത് കാലാവസ്ഥ ഇന്ന് അനുകൂലമാണ് എന്നുള്ളതാണ്. ആ കാലാവസ്ഥ അനുകൂലമായത് കൊണ്ട് തന്നെ കൂടുതൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനം ത്വരിതപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നദി മുറിച്ചു കടന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നടത്താനായി നേവിയുടെ സംഘവും എത്തുന്നുണ്ട്. ഇതെല്ലാം ഏകോപിപ്പിക്കാനായി INS സമോറിയൻ എന്ന ഇന്ത്യൻ നേവിയുടെ അഭിമാനമായിട്ടുള്ള കപ്പൽ, അത്യാധുനിക സാങ്കേതിക വിദ്യകളോടുള്ള കപ്പൽ ഇപ്പോൾ അറബിക്കടലിൽ നങ്കൂരമിട്ടിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നേവിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ആവശ്യമായ അടിയന്തര സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നത്. അതിനു പുറമെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇന്നലെ രാത്രി വയനാട്ടിലെത്തി. അദ്ദേഹം കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നു. മന്ത്രിമാരുണ്ട്, മറ്റ് സംഘങ്ങളുണ്ട്, ഉദ്യോഗസ്ഥ സംഘമുണ്ട്. ചീഫ് സെക്രട്ടറി ഡോക്ടർ V. വേണു ഇതിന്റെ എല്ലാം മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രധാനമന്ത്രിയുടെ ഓഫീസും തന്നെ നേരിട്ട് ഈ ദൗത്യത്തിന് മേൽനോട്ടം വഹിക്കുന്നു. ഫലത്തിൽ കേരള സർക്കാരുകളും എല്ലാവരും ഒറ്റക്കെട്ടായുള്ള ഒരു രക്ഷാദൗത്യമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്ന മനുഷ്യരെ കണ്ടെത്തുക. ഈ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ഭയാശങ്കയോടുകൂടി ഒരുപക്ഷെ തൊട്ടപ്പുറത്ത് കാടാണ്, ആ കാടിന് ഉള്ളിലേക്ക് റിയാസ് തുടരണം. എന്തായാലും നമുക്കിപ്പോൾ ഒരു ഇടവേള അനിവാര്യമാണ്. ഇടവേള. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ വിത്ത്. നമ്മുടെ പൊന്നോമനകൾക്ക് നൽകാം പ്രകൃതിയുടെ രുചിയും സുരക്ഷിതത്വവും. ഡോക്ടർ ഫുഡ് ന്യൂട്രി ബനാന പൗഡർ ഫ്രം ദ ഹൗസ് ഓഫ് ഡോക്ടർ ഫുഡ്. അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. അഡ്വാൻസ് ബുക്കിംഗിന് 0% പണിക്കൂലിയും ഇന്നോവ ക്രിസ്റ്റയും ഇരട്ടി സ്വർണം സമ്മാനവും നേടാം. അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐബിസിലൂടെ HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. നമ്മൾ വാർത്തയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. റിയാസ് എന്തായാലും ഒപ്പമുണ്ട് എന്ന് തന്നെ കരുതുന്നു. റിയാസ്, അതേപോലെ തന്നെ മറ്റൊരു കാര്യം ചോദിക്കേണ്ടത്, ഇപ്പോൾ ഈ മുണ്ടക്കൈ ഭാഗത്തായിട്ട് പുഞ്ചിരിവട്ടത്താണ് ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ 2 മണിയോടുകൂടി നടന്ന ഒരു ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് സൂചിപ്പിക്കുന്നത്. അവിടെയും കുറേ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള തരത്തിലും നമുക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നു. എങ്ങനെയാണ് അവരെ തിരിച്ചെത്തിക്കാൻ സാധിച്ചോ? ഇന്നലെ അതേപോലെ തന്നെ ഒരു താൽക്കാലിക പാലം ഇന്നലെ സൈന്യം വന്നിട്ടിട്ടിരുന്നു. അതിനേക്കാളും കുറച്ചും കൂടി വ്യാപിപ്പിച്ച് ഒരു വലിയ ബെയിലി പാലം ഇന്ന് ഉച്ചയോടെ കൂടെ തന്നെ നിർമ്മാണം തുടങ്ങുമെന്നുള്ള തരത്തിലും എല്ലാം വിവരങ്ങൾ ലഭിച്ചിരുന്നു. എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ ആ പുഞ്ചിരിവട്ടത്തുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്തി ക്യാമ്പുകളിൽ എത്തിക്കാൻ സാധിച്ചോ? എങ്ങനെയൊക്കെയാണ്? ഈ പുഞ്ചിരിവട്ടമാണ് ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായി ഉള്ളത്. അവിടെ നിന്നും ഏകദേശം 1.5 കിലോമീറ്ററിലധികം ദൂരം ആണ് ഇവിടേക്ക്, ഈ മുണ്ടക്കൈയിലേക്കുള്ളത്. അത് പൂർണ്ണമായും തകർത്തു. അതായത് 600 മീറ്റർ വീതിയിലാണ് ഈ പ്രളയജലം ഒഴുകിയത് എന്നാണ്, പ്രളയജലം ഉരുൾപൊട്ടലിന്റെ വെള്ളപ്പൊക്കത്തിലുണ്ടായ ആ ജലം ഒഴുകിയത് എന്നാണ് ആളുകൾ പറയുന്നത്. ഈ പുഞ്ചിരിവട്ടത്ത് ഉൾപ്പെടെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നു. ക്യാമ്പുകളിൽ ഇപ്പോൾ 3000-ലേറെ ആളുകളുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഇനിയും ആളുകളെ രക്ഷപ്പെടുത്താനുണ്ട്. പലയിടത്തും ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. മുണ്ടക്കൈയുടെ മുകൾ ഭാഗത്ത്, പുഞ്ചിരിവട്ടത്തും ഒക്കെ തന്നെ
ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പൂർണ്ണമായും ഒരു ഗ്രാമത്തെ ഒന്നാകെ ഇല്ലാതാക്കിയ ഒരു വലിയ ദുരന്തം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം 30 വീടുകൾ മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. നേരത്തെ പഞ്ചായത്തിന്റെ രജിസ്റ്റർ പരിശോധിച്ചു കഴിഞ്ഞാൽ 400-ലധികം വീടുകൾ നിലനിന്നിരുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഇപ്പോഴുണ്ടായതിനേക്കാൾ വലിയ വ്യാപ്തി, മരണത്തിന്റെ വ്യാപ്തി ഉണ്ടാകും എന്ന് പറയുന്നു. മാത്രമല്ല കാണാതായ ആളുകളുടെ എണ്ണമുണ്ട്, 200-ലധികം പേരെ കാണാതായി എന്ന് പറയുന്നു. ഔദ്യോഗികമായി സർക്കാർ 93 പേരെ മാത്രമാണ് കാണാതായത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ കൂടുതൽ ആളുകളുണ്ട്. ഇപ്പോൾ മരണം 156 ആയിരിക്കുന്നു. മരണപ്പെട്ടവരുടെ സംഖ്യ വർദ്ധിക്കുകയാണ്. ഇപ്പോൾ മുണ്ടക്കയിലും ചൂരൽമലയിലുമായി തെരച്ചിലും തുടരുകയാണ്. കാളിദാസ്, 86 ഓരോ അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം രക്ഷാപ്രവർത്തനത്തിന്റെ ഗതി വേഗത്തിലാകുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു സൂചന എന്ന് പറയുന്നത്. കാരണം ആ ഒരു ഇതിനനുസരിച്ച് തന്നെ മൃതദേഹങ്ങൾ കൂടുതൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു കൈവഴി ഇരവഴിഞ്ഞായിട്ടുള്ള ആ ഒരു കൈവഴിയിൽ നിന്ന്